ഫിഫ റാങ്കിങ്ങിൽ 57-ാം സ്ഥാനത്തുള്ള സ്ലൊവീനിയ 6-ാം സ്ഥാനത്തുള്ള പോർച്ചുഗലിനെ വിറപ്പിച്ചുകൊണ്ടാണ് യൂറോ കപ്പിൽ നിന്നും വിടവാങ്ങിയത്. നിശ്ചിത സമയത്തും അധിക സമയത്തും തീരുമാനമാകാത്തതിനാൽ ഷൂട്ടൗട്ടിലായിരുന്നു പോർച്ചുഗലിൻ്റെ വിജയം. ക്രിസ്ത്യാനോ റൊണാൾഡോ, ബ്രൂണോ ഫെർണാണ്ടസ്, ബെർണാഡോ സിൽവ എന്നിവർ പോർച്ചുഗലിന് വേണ്ടി സ്കോർ ചെയ്തു. സ്ലൊവീനിയയുടെ ആരും തന്നെ ലക്ഷ്യസ്ഥാനത്തേക്ക് അവർക്ക് പന്തെത്തിക്കാൻ സാധിച്ചില്ല. ഡീഗോ കോസ്റ്റയുടെ 3 തകർപ്പൻ സേവുകളാൽ സ്ലൊവീനിയ യൂറോ കപ്പിൽ നിന്നും മടങ്ങേണ്ടി വന്നു. റൊണാൾഡോ എന്ന ലോകോത്തര താരം തന്നെയായിരുന്നു പ്രീ ക്വാർട്ടറിലെയും ശ്രദ്ധാകേന്ദ്രം. പോർച്ചുഗൽ ആക്രമണ കുതിപ്പുകളെ ഒരു പരിധിവരെ കടിഞ്ഞാനിടുവാൻ സ്ലൊവീനിയൻ ഗോളിക്ക് സാധിച്ചു. ചടിലമായ നീക്കങ്ങളിലൂടെ സ്ലൊവേനിയൻ ഗോളി പോർച്ചുഗലിൻ്റെ നീക്കങ്ങളെ അതിവിദഗ്ധമായി തടഞ്ഞു നിർത്തി. നിശ്ചിത സമയത്ത് ഗോൾ കാണാത്ത മത്സരത്തിൽ കളി അധിക സമയത്ത് നീണ്ടു. കളി തീരാൻ നിമിഷങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ദിയാഗോ ജോട്ടയെ സ്ലൊവീനിയൻ പ്രതിരോധം ബോക്സിൽ വീഴ്ത്തിയതിന് റഫറി പെനാൽറ്റി വിധിച്ചു. കിക്ക് എടുത്തത് റൊണാൾഡോ ആയിരുന്നു. പക്ഷേ സ്ലൊവേനിയൻ ഗോൾ കീപ്പർ അതിവിദഗ്ധമായി അത് തടഞ്ഞു. ആ പെനാൽറ്റിയിലൂടെ പോർച്ചുഗൽ ജയിക്കുമായിരുന്ന മത്സരം വീണ്ടും ഒരു ഷൂട്ടൗട്ടിലേക്ക് നീണ്ടു. ഇത്രയധികം റൊണാൾഡോ വിഷമിച്ച ഒരു മത്സരം ഒരുപക്ഷെ ഇതേവരെ ഉണ്ടായി കാണില്ല. അദ്ദേഹത്തിൻ്റെ കണ്ണുകളിൽ നിന്നും കണ്ണുനീർ ഒഴുകിക്കൊണ്ടേയിരുന്നു. അദ്ദേഹത്തിൻ്റെ സഹകളിക്കാർ അദ്ദേഹത്തെ ആശ്വസിപ്പിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ ഷൂട്ടൗട്ടിൽ കാര്യങ്ങൾ നേരെ മറിച്ചായിരുന്നു. ഡീഗോ കോസ്റ്റ എന്ന ഗോളിയുടെ പിൻബലത്തിൽ പോർച്ചുഗൽ വീണ്ടും യൂറോ കപ്പിൻ്റെ ക്വാർട്ടറിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. 3 തകർപ്പൻ സേവുകളിലൂടെ റൊണാൾഡോയെ മാത്രമല്ല പോർച്ചുഗലിനെ തന്നെ ക്വാർട്ടറിലേക്ക് എത്തിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു.